അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ആലപ്പുഴയിലേക്ക് പുന്നപ്രയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പുഷ്പങ്ങളാൽ അലങ്കരിച്ചിട്ടുള്ള വാഹനം, KSRTCയുടെ വാഹനം അവിടെ എത്തിച്ചേർന്നിരിക്കുകയായിരുന്നു. അതിന് തുടരാം. ബിനിൽ, രാവിലെ 9:30 മുതലാണ് ദർബാർ ഹാളിലേക്ക് ഈ പൊതുദർശനത്തിനായി VSന്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നത്. ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നു. നിരവധി പ്രമുഖരായ ആളുകൾ ഇവിടേക്ക് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് നിർത്തിയത് അവിടെ ആ സമയത്ത് CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടേക്ക് എത്തിയത്. ബിനോയ് വിശ്വം, CPIയുടെ മന്ത്രിമാരും ആനി രാജ ഉൾപ്പെടെയുള്ള നേതാക്കളും D രാജയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഈ രാവിലെ മുതൽ ഇവിടേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാറാണ് VSന് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ VSുമായി ബന്ധപ്പെട്ട് KB ഗണേഷ് കുമാർ നടത്തിയ പരാമർശം, പിന്നീട് അദ്ദേഹം പൊതുമധ്യത്തിൽ മാപ്പ് പറയുന്നത്, ഖേദം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല ഘട്ടങ്ങളിൽ VSുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നവർ, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിൽ നേർക്കുനേരിൽ പോരാടിയവർ, പക്ഷേ അവർ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, കേരളം കണ്ട, മലയാളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ് അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം VS അച്യുതാനന്ദൻ എന്നുള്ളതാണ്. ആ ഒരു നേർസാക്ഷ്യമാണ് ഇന്നലെ വൈകിട്ട് മുതൽ SUT ആശുപത്രിയിലേക്കും തുടർന്ന് AKG സെൻറ്ററിലേക്കും അതിനുശേഷം അവിടെ നിന്ന് VSന്റെ വീട്ടിലേക്കും രാത്രി വരെ ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ, അല്ലെങ്കിൽ മുദ്രാവാക്യം വിളികളുമായി മുഖരിതമായ ആ ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ എത്ര ഇപ്പോൾ IAS അസോസിയേഷൻ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ള ജയതിലക്, രാജമാണിക്യം, K ഗോപാലകൃഷ്ണൻ, വാസുകി ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് IAS അസോസിയേഷൻ്റെ ആളുകളാണ് ഇപ്പോൾ VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നത്. രാജമാണിക്യവും ചീഫ് സെക്രട്ടറി ജയതിലകും, ഗോപാലകൃഷ്ണനും, വാസുകിയും ഉൾപ്പെടെയുള്ള അനുപമ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നു. ഏതായിരുന്നാലും അങ്ങനെ നമുക്കറിയാം, VSന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉദ്യോഗസ്ഥരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എല്ലാ കാര്യത്തിലും, ഇപ്പോൾ പിണറായി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഉദ്യോഗസ്ഥരെ അവർ പറയുന്ന മുഴുവൻ കേൾക്കുന്നതാണെങ്കിൽ VS മറ്റൊരു തരത്തിൽ VSന് കൃത്യം ഒരു നിലപാടുണ്ടായിരുന്നു. ആ VS വരയ്ക്കുന്ന നിലപാടിനപ്പുറത്തേക്ക് ഒരാൾക്കും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ നിശ്ചയദാർഢ്യമുള്ള ആജ്ഞ പുറപ്പെടുവിക്കുന്ന അങ്ങനെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദനെ സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർ ഇപ്പോൾ അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ IAS ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ MLAമാരോ മന്ത്രിമാരോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോയ ഒരു മനുഷ്യൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി വന്ന ഒരു അമ്മയുടെ ദൃശ്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്രയെത്ര മനുഷ്യരാണ് VS എന്ന അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൻ്റെ അവിടെ നിന്നും സെക്രട്ടേറിയറ്റ് പുറത്തേക്ക് സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് ഒക്കെ ഒഴുകിയെത്തുന്ന ആ ഒരു നീണ്ട നിര അതിപ്പോഴും ഇവിടെ തുടരുകയാണ്. അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മന്ത്രിമാരോ എന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരായ നൂറുകണക്കിന് മനുഷ്യന്മാർ ഇപ്പോഴും അണമുറിയാതെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർക്കെല്ലാവർക്കും കാണേണ്ടത് അവരുടെ പ്രിയപ്പെട്ട VSനെയാണ്. എന്തായിരുന്നു VS എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനമായ, ഏറ്റവും ഹൃദ്യമായ ദൃശ്യങ്ങളാണ് ഇന്നലെ ഓരോ നിമിഷവും ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ വരെ കണ്ണേ കരളെ VSA എന്ന് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. ചിലർ പൊട്ടിക്കരഞ്ഞു, ചിലർ നൊമ്പരം അടക്കാനാകാതെ കണ്ണു നിറയുന്നത്
നമ്മൾ കണ്ടു. എല്ലാവർക്കും വി എസ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കണ്ണ് ഈറനണിയുന്നതാണ് നമ്മൾ കണ്ടത്. അതാണ് പ്രധാനമായി നമുക്ക് പറയാനുള്ളത്. കാരണം 2019 മുതൽ 2019 വി എസിന് രോഗബാധിതനായ അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുന്നത്, അദ്ദേഹത്തിന് പൊതുവേദികൾ അസാന്നിധ്യം ഉണ്ടാകുന്നത്. പക്ഷേ അതിനുശേഷം ഈ 2015 വരെയുള്ള ഏകദേശം ഒരു 6 വർഷം വി എസിൻ്റെ പിറന്നാളിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ മാത്രമാണ് വി എസ് എന്ന പേര് പത്രമാധ്യമങ്ങളിലും അതുകൂടാതെ തന്നെ ഈ പൊതുമധ്യത്തിലും ഒരു ചർച്ചയായി വന്നത്. പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു വി എസ് ഉണ്ടായിരുന്നു. ആ വി എസിൻ്റെ ഓർമ്മകൾ ആയിരുന്നു നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ വ്യക്തമായ സാക്ഷ്യമാണ് ഇന്നലെ മുതൽ വി എസിൻ്റെ അന്ത്യം സംഭവിച്ചത് മുതൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന നൂറുകണക്കിന് സാധാരണക്കാരായ മനുഷ്യന്മാർ. ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് ഇന്ന് രാവിലെ പാലക്കാട് നിന്ന് അങ്ങനെ കണ്ണൂരിൽ നിന്ന് അടക്കം ആളുകൾ ഇവിടേക്ക് എത്തുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. ഇപ്പോൾ CPM നിയമസഭാ പാർലമെന്ററി പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ TP രാമകൃഷ്ണൻ ഇപ്പോൾ റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ VM സുധീരൻ, മുൻ മന്ത്രി, KPCC അധ്യക്ഷൻ, വി എസുമായി നമുക്കറിയാം രാഷ്ട്രീയമായി ആലപ്പുഴയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ പോരാട്ടങ്ങളൊക്കെ നടക്കുകയും അല്ലെങ്കിൽ വലിയ എതിർചേരിയിൽ നിന്ന് പോരാടുകയും ചെയ്ത ഇപ്പോൾ കേരളത്തിലെ തന്നെ BJPയുടെ ആദ്യത്തെ അധ്യക്ഷൻ 1980 BJP അധ്യക്ഷനായിട്ടുള്ള O രാജഗോപാലാണ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ദർബാർ ഹാളിലേക്ക് വരുന്നത്. രാജഗോപാൽ രാഷ്ട്രീയമായി എതിർചേരിയിൽ ആണെങ്കിൽ പോലും പരസ്പര ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് O രാജഗോപാലും VS അച്യുതാനന്ദനും. അങ്ങനെയുള്ള VSനെ അവസാനമായി കാണാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന BJP നേതാവായിട്ടുള്ള O രാജഗോപാൽ ഇവിടേക്ക് എത്തുന്നു. നോക്കൂ, VS എന്ന മനുഷ്യനെ കാണാൻ എത്ര രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ മുല്ലക്കരനെ പോലെയുള്ള VSന്റെ സമയത്ത് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ബിനിൽ നമ്മളുടെ തലമുറ, നമ്മൾ ഒരു കാലത്ത് കണ്ടതും കേട്ടതുമായ VSന്റെ വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരാണ് നമ്മളൊക്കെ. അന്നൊക്കെ ഞാൻ ഏറ്റവും പ്രധാനമായി പറയുന്നത് VSന്റെ മൗനം പോലും വാർത്തയാകുന്ന ഒരു VS ഒന്ന് മൂളിയാൽ അത് വാർത്തയാകുന്ന രാഷ്ട്രീയ ഒരു VS എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബീറ്റായി മാറിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വാർത്തകൾ ഉണ്ടാകുന്നത്, ഉണ്ടായ വാർത്തകൾ വലിയ വാർത്തകളായി മാറുന്നത് എല്ലാം VS എന്ന മനുഷ്യനിൽ സ്പർശിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ മനുഷ്യനിൽ നിന്നാണ്. അങ്ങനെ ഒരു സ്ഥിതി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഒരു വലിയ വാർത്തയായി, ഒരു വേദനയുള്ള വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ ഇങ്ങനെ നിശ്ചലായി കിടക്കുന്നത്. ആ VSനെ കാണാനാണ് നിരവധി ആളുകൾ ദർബാർ ഹാളിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്.